ഹായ് ഫ്രണ്ട്സ്. മലബാറിലെ നേർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേർച്ചയാണ് കൊണ്ടോട്ടി നേർച്ച. ഈ കൊണ്ടോട്ടി നേർച്ച നടക്കുന്നത് കൊണ്ടോട്ടി കുബ്ബ കേന്ദ്രീകരിച്ചിട്ടാണ്. എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കൊണ്ടോട്ടി നേർച്ച നടക്കാറ്. ഇതിൻ്റെ കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് കൊണ്ടോട്ടി കുബ്ബയാണ്. ഈ കൊണ്ടോട്ടി കുബ്ബ ഷെയ്ഖ് മുഹമ്മദ് ഷാ തങ്ങളുടെ ശവകുടീരമാണ്. 1766 അന്തരിച്ച അദ്ദേഹത്തിൻ്റെ ഈ സ്മാരകം പണികഴിപ്പിച്ചിരിക്കുന്നത് ഇന്തോ സാരസൻ ആർക്കിടെക്ചറിലാണ്. ഈ പൂർണ്ണമായിട്ടും കരിങ്കല്ല് കൊണ്ടാണ് ഈ സ്മാരകം പണികഴിപ്പിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായ ഈ ഒരു നിർമ്മിതി മലബാറിൽ അധികമൊന്നും കാണാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചരിത്ര പ്രാധാന്യം വളരെ ഏറെയുള്ളതാണ്. കേരളത്തിൽ ആദ്യത്തേതുമായിട്ടുള്ള ഒരു നിർമ്മിതിയാണിത്. അപ്പോൾ ഇതിനടുത്ത് തന്നെയാണ് മാപ്പിള മഹാകവിയായിട്ടുള്ള മഹാകവി മോയിൻകുട്ടി വൈദ്യരുടെ മക്ബറയും ഉള്ളത്. അതുപോലെ തന്നെ തങ്ങൾ ഫാമിലിയിൽപ്പെട്ട ഒരുപാട് പേരുടെ ശവകുടീരവും ഇതിനോട് ഉണ്ട്. അപ്പോൾ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്മാരകവും. അതിനു പുറമെ ഈ ഒരു വിളവെടുപ്പ് ഉത്സവത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഈ കൊണ്ടോട്ടി നേർച്ച നടത്തുന്നത്. പിന്നീട് ഇതിന് സാമൂതിരിയുടെ സൈന്യാധിപനായിരുന്ന പാറനമ്പിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടും ഈ കൊണ്ടോട്ടി നേർച്ച നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പീരങ്കി എടുക്കലും മറ്റ് ചടങ്ങുകളുമൊക്കെ നടത്തുന്നത്. ഈ പാറനമ്പിയുമായിട്ടുള്ള യുദ്ധത്തിലാണ് കൊണ്ടോട്ടി തങ്ങൾക്ക് 3-4 പീരങ്കികളൊക്കെ കിട്ടുന്നതും ആ പീരങ്കികളൊക്കെ എണ്ണയിൽ കഴുകുന്ന ചടങ്ങുകളുമൊക്കെ അതിന് ശേഷം ആരംഭിച്ചതാണ്. അതൊക്കെ ഓരോ ജാതിക്കാരുടെ അവകാശമായിട്ട് തങ്ങൾ അന്ന് തന്നെ കൽപ്പിച്ചു കൊടുക്കുകയും കഥ ആ ആചാരം ഇപ്പോഴും പിന്തുടർന്നു പോരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പെട്ടിവരവുകൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഓരോ വിഭാഗക്കാരുടെ പെട്ടിവരവുകളാണ് ഈ കൊണ്ടോട്ടി നേർച്ചയുടെ പ്രധാനപ്പെട്ട ആകർഷണം. പെട്ടിവരവോട് കൂടിയിട്ടാണ് ഈ ചടങ്ങുകളെല്ലാം അവസാനിക്കാറും. അതിൻ്റെ ഒരു പ്രധാന